എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 2 ഞായറാഴ്ചയാണ്. ഇപ്പോൾ സമയം 7:18, സന്ധ്യ കഴിഞ്ഞു, രാത്രിയായി. ഇന്ന് എന്റെ ജന്മദിനമായിരുന്നു, അതോടൊപ്പം തന്നെ പിറന്ന നാളും രണ്ടും ഒരുമിച്ച് വന്നു. ഇന്നലത്തെ നമ്മളുടെ വീഡിയോ കണ്ടവർക്ക് തീർച്ചയായിട്ടും ആ കാര്യം അറിയാം. ഇന്നലത്തെ വീഡിയോയെ കുറിച്ച് പറഞ്ഞപ്പോൾ ചെറിയൊരു ചമ്മൽ എന്റെ മുഖത്തുണ്ട് അല്ലേ. എനിക്ക് തന്നെ അത് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഞാൻ ഇവിടെ പൊതുകാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെ തന്നെ തുടർന്നു വരികയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്നെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം, മാനസിക സാഹചര്യം ഒരുങ്ങി വരുന്നു. എന്തുകൊണ്ടോ എനിക്ക് ജന്മദിന ഭയം പിടികൂടിയിരുന്നു. ഓർക്കുമ്പോൾ ചളിപ്പുണ്ട്. ഇന്നലെ ആ വീഡിയോ അങ്ങനെ സംഭവിക്കരുതായിരുന്നു, ഇടരുതായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരം എൻ്റെ ഉള്ളിലുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ എന്തോ എൻ്റെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ പറയുന്നതാവട്ടെ, ചെയ്യുന്നതാവട്ടെ, നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടില്ല കേട്ടോ. അത് എഡിറ്റ് ചെയ്യാൻ പോലും എനിക്ക് ആ സമയത്ത് പോലും ഞാനത് മുഴുവനായിട്ട് കേൾക്കാൻ നിന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു എന്ന് തോന്നുന്നു. ഒരു വ്യക്തതയും ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയും മോശമായി ഞാൻ ഈ ക്യാമറയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടേ ഇല്ല. അതാ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിച്ചു പോയിട്ടുള്ള കുഴപ്പമാണ്. നമ്മളുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന നമ്മളെയും നമുക്ക് ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഒരു പൊതു മാധ്യമത്തിലൂടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതുപോലുള്ള അബദ്ധങ്ങൾ സ്വാഭാവികമായിട്ട് പറ്റിയെന്നും വരും. അപ്പം ഞാനതിൽ കുറ്റബോധം വിചാരിക്കുന്നില്ല, നാണക്കേട് പൂർണ്ണാർത്ഥത്തിലില്ല. പക്ഷെ നമ്മളുടെ ഒരു ദുരഭിമാനത്തിൻ്റെ ഒക്കെ പുറത്ത് സ്വാഭാവികമായിട്ട് ഒരു ചളിപ്പുണ്ടാകുന്നു എന്ന് മാത്രം. എന്തായാലും ഇന്ന് പകൽ ഉദ്ദേശിച്ച പോലെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. എൻ്റെ വീഡിയോ കണ്ടിട്ടും ആ കണ്ടവരിൽ നിന്ന് പോലും എനിക്ക് ജന്മദിന സന്ദേശം ലഭിച്ചു, ജന്മദിന ആശംസ ലഭിച്ചു. അതായത് വളരെ സുരക്ഷിതമായ അകലത്തിലിരുന്നു കൊണ്ട് എനിക്ക് ഒട്ടും തന്നെ ദഹിക്കില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ ആശംസ കൊണ്ട് തല്ലി നിലംപരിച്ചാക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ഒരു ശ്രമം നിങ്ങൾ നടത്തി, സധൈര്യം നടത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഘാതകാസക്തി ഒന്നും എന്നിൽ ഉണർന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ സന്ദേശം എന്നിൽ സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ. ഞാനത് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അപൂർവമായിട്ടാണ് ജന്മദിനത്തിന് ധാരാളം സന്ദേശങ്ങൾ ലഭിക്കുന്നത്, ആശംസകൾ ലഭിക്കുന്നത്. സന്തോഷം. ആരൊക്കെയോ നമുക്ക് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. എന്തായാലും ഇന്ന് പകൽ ഞാൻ കുറച്ച് വായിക്കുകയാണ് ചെയ്തത്. വായന ഒരു വലിയ ഇഷ്ടമായിട്ട് കൊണ്ടു നടന്നിരുന്ന വ്യക്തിയാണ്. കുറച്ചു കാലമായിട്ടൊന്നും അത്ര നടക്കുന്നൊന്നുമില്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. വായന കുറച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, വായിക്കും തോറും നമ്മുടെ ഉള്ളിൽ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മുടെ ഭാവനകൾ വികസിക്കും, നമ്മുടെ വിജ്ഞാന മണ്ഡലം ഒക്കെ ഒന്ന് തുറന്ന് കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ അറിവുകൾ ഉണ്ടാവും തോറും നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായി തുടങ്ങിയാൽ നമ്മളുടെ പോങ്ങത്വം കുറഞ്ഞു പോവുകയും നമ്മൾ വായ പൂട്ടി പോവുകയും ചെയ്യും. അറിവുള്ള മനുഷ്യർ അധികം സംസാരിക്കാറില്ല, അതാ സത്യം. ഞാനൊക്കെ പോങ്ങനായതുകൊണ്ട് മാത്രമാണ് സധൈര്യം എനിക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത്. എനിക്ക് സംസാരത്തിലൂടെ സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ പോങ്ങത്തത്വത്തിന്റെ, എൻ്റെ വിവരമില്ലായ്മയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അറിവുണ്ടായാൽ വായ അടഞ്ഞു പോകും. ഞാനൊരു വിവരം കെട്ടവനായതുകൊണ്ടും പോങ്ങനായതുകൊണ്ടുമാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഇന്ന് വായിച്ച പുസ്തകം ദേശീയവാദവും വിമത സ്വരങ്ങളും എന്ന് പറയുന്ന റൊമീല ഥാപ്പറിന്റെ പുസ്തകമാണ്. ഞാൻ ഇത് വായിച്ച് തുടങ്ങുന്നത് കുറച്ച് നേരത്തെയാണ്, പക്ഷെ ഇന്ന് വായിച്ച് തീർക്കാൻ സമയം കിട്ടി. ഞാൻ ഈ റൊമീല ഥാപ്പർ, അതേപോലെ തന്നെ നമ്മുടെ രാമചന്ദ്ര ഗുഹ, ഇത് ഞാൻ വായിച്ചു തീർത്ത പുസ്തകമാണ്. വായടയ്ക്കണം, മൗനികളാവണം, അടിയന്തരാവസ്ഥയുടെ ചരിത്രം, രാമചന്ദ്ര ഗുഹ. ഈ രാമചന്ദ്ര ഗുഹ അതല്ലെങ്കിൽ റൊമീല ഥാപ്പർ, ഇതുപോലുള്ള മനുഷ്യർ, മാധ്യമ പ്രവർത്തകർ, ബുദ്ധിജീവികൾ, ഇവരെ പോലുള്ള ആളുകളുടെ ഇടപെടലുകൾ, അവരുടെ ഇതുപോലുള്ള എഴുത്തു ശ്രമങ്ങളൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഒരു ദേശീയ ബുദ്ധി ഉണർന്നു വന്നത്. ഇന്ന് കാണുന്ന നിലയിലേക്ക്, ഒരുപക്ഷെ എന്നെ സംഘി എന്ന ആളുകൾ വിളിക്കുമ്പോൾ പോലും അങ്ങനെ വിളിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു സാമൂഹ്യ ബോധം എൻ്റെ ഉള്ളിൽ വന്നത്, ഒരു ദേശീയ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ തന്നെയാണ്. ഇതൊക്കെ എഴുതി വെക്കുമ്പോൾ ആ വായനക്കാരിൽ ഏത് തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് രൂപീകരിക്കപ്പെട്ടു വരേണ്ടതെന്ന് അവർ ആഗ്രഹിക്കുന്നതിന് നേർവിപരീതമായാണ് എൻ്റെ മനസ്സ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഇത്തരം ആളുകളാണ് ഇന്ന് കാണുന്ന ഈ പോങ്ങനെ സൃഷ്ടിച്ചെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ സുനിൽ പി ഇളയിടം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരുടെ, ബുദ്ധിജീവികളുടെ കഠോര പദങ്ങളിലൂടെയുള്ള, മണിപ്രവാളത്തിലൂടെയുള്ള അവരുടെ ഈ പറയുന്ന സാമൂഹ്യ ബുദ്ധിയും പൗരബോധവും ഒക്കെ പങ്കുവെക്കും തോറും തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ കടുത്ത ദേശീയ ബോധം വരുന്നു എന്നുള്ളതായിരുന്നു സംഭവിച്ചത്. അതിൻ്റെ അനന്തരഫലം ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഈ രൂപത്തിലേക്ക് എത്തിച്ചതെന്ന് എനിക്കിന്ന് തോന്നിപ്പോയി. ഞാൻ അങ്ങനെ വെറുതെ ഇരുന്ന് ഇതൊക്കെ വായിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ. പിന്നെ ഭാഷാപോഷിണി സ്ഥിരമായിട്ട് വരുത്തി വായിക്കുന്ന ഒരാളാണ്. മലയാള മനോരമ
ഈ സമൂഹത്തോട് ചെയ്യുന്ന അപരാധത്തിനുള്ള ഒരു പ്രായശ്ചിത്തമാണ് ഭാഷാപോഷിണി എന്നാണ് എൻ്റെ വിചാരം. പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു രസമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷാപോഷിണിയുടെ ബോറടിക്കുന്നുണ്ടോ ആവോ അല്ലേ? ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്ന് വിചാരിച്ച് പറയുകയാണ്. ഇന്നത്തെ ദിവസം കൂടി എനിക്കൊന്ന് മറികടക്കണമല്ലോ, അല്ലെങ്കിൽ ഇന്നല്ലേ എനിക്ക് നിങ്ങളെ ഇങ്ങനെ കൊല്ലാൻ പറ്റുള്ളൂ. ഈ രീതിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സ്വകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. നാളെ മുതൽ ഞാൻ അസൽ പോങ്ങനല്ലേ. അതായത് ജൂലൈ മാസം 2026 വരെ ജോസ് പനച്ചിപ്പുറമാണ് എഡിറ്റർ ഇൻചാർജ് ഭാഷാപോഷിണിയുടെ. ഈ പറയുന്ന ലക്കം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നതാണ്. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് പാടവത്തിൽ വിരിഞ്ഞിട്ടുള്ള ഭാഷാപോഷിണികളാണ്. പക്ഷേ ഇന്നലെ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഭാഷാപോഷിണി CV ബാലകൃഷ്ണന്റെ ഒരു കഥയും അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖവും വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഭാഷാപോഷിണി ജൂലൈ മാസത്തിൽ പനച്ചിപ്പുറമായിരുന്നു എന്നുണ്ടെങ്കിൽ, ഓഗസ്റ്റ് മാസത്തിലെ ഭാഷാപോഷിണിയിലെ എഡിറ്റർ ഇൻചാർജ് PK രാജശേഖരനാണ്. രാജശേഖരന് കഥയിലൊക്കെ ഒരുവിധം ധാരണയുണ്ട്, കഥയെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. കാരണം അദ്ദേഹം ഡോക്ടറേറ്റും മറ്റുമൊക്കെ നേടിയിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലാണല്ലോ. അദ്ദേഹം 100 കഥകൾ, ചെറുകഥകൾ, മലയാളത്തിന്റെ 100 കഥകൾ എന്നൊക്കെ പറഞ്ഞ് DC-യുടെ ആ ഒരു തിരഞ്ഞെടുത്ത കഥകളൊക്കെ കാണുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഥയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഒരു ബോധ്യം എന്നിൽ ഉണ്ടാക്കാൻ കാരണം ഉണ്ണിയാറാണ്. കാരണം ഉണ്ണിയാർ ഈ പറയുന്ന ഭാഷാപോഷിണിയിൽ കഥാകൃത്തായിട്ടല്ല വന്നിരിക്കുന്നത്. അദ്ദേഹം 38ാമത്തെ പേജിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഭാവിയിലേക്ക് ബോർഹേസ് അടിച്ച പന്ത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ തലക്കെട്ട്. ഇതായിരുന്നു ആ ലേഖനം. ഉണ്ണിയാറിനെ കൊണ്ട് കഥ എഴുതിപ്പിച്ചില്ല എന്നുള്ളത് PK രാജശേഖരന്റെ കഥയോടുള്ള ഒരു താല്പര്യത്തെക്കുറിച്ചും കഥയ്ക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനത്തെക്കുറിച്ചും എന്താണ് കഥ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിന്റെ പുറത്തുമാണ് PK രാജശേഖരൻ ഉണ്ണിയാർ എന്ന് പറയുന്ന കഥാകൃത്തിനെ, സാഹിത്യകാരനെ, സാഹിത്യം തൊടിയിപ്പിക്കാതെ അദ്ദേഹത്തെ കൊണ്ട് ഈ പറയുന്ന ലേഖനം എഴുതിപ്പിച്ചത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാഷ്ട്രീയ ലേഖനത്തിന് കഥാരൂപം ചമയ്ക്കലായിരുന്നു ഉണ്ണിയാറിന്റെ പണി എന്ന് പറയുന്നത്. തട്ടിപ്പായിരുന്നു. കഥാകൃത്തെന്നൊന്നും പറയാൻ കഴിയാത്ത നിലയിലുള്ള പ്രകടനമായിരുന്നു പുള്ളി കാഴ്ച വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും PK രാജശേഖരൻ ആ ഒരു ചെയ്തത് കൊണ്ട്, അല്ലെ അത്തരം ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം ഞാൻ ഈ ഭാഷാപോഷിണി കത്തിക്കുന്നുമില്ല. തൽക്കാലം ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. വരുത്തൽ കുറച്ചുകൂടി പോട്ടെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഭാഷാപോഷിണിയിൽ ഉണ്ണിയാറിന്റെ ഒരു കഥ വന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞാനിത് കത്തിക്കും എന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിർത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്നു. ഇന്നലത്തെ ആ വീഡിയോ നിങ്ങളെ വധിക്കുന്നതിന് തുല്യമായിരുന്നു. എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പിടിവിട്ടു പോയതാണ്. ഇതുപോലൊരു അബദ്ധം ഇനി പറ്റാതിരിക്കാൻ നോക്കാം. പിന്നെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ ഉണ്ടാവുന്ന ചില വ്യതിയാനങ്ങൾ, പ്രായം മധ്യവയസ്സിലേക്ക് എത്തുന്നതിൻ്റെതായിട്ടുള്ള പകപ്പുകൾ, പ്രായം വർദ്ധിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരുതരം അസ്വസ്ഥതകൾ, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നപ്പോൾ സംഭവിച്ചു പോയിട്ടുള്ള ഒരു പിശകാണ്. ദയവായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത്രത്തോളം വിരസമായിട്ടുള്ള ഒരു സംസാരവുമായിട്ട് ഞാൻ ഇനി വരില്ല. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചും വല്ലപ്പോഴൊക്കെ പറഞ്ഞു എന്ന് വരും. അതല്ലാതെ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നെ തോന്നി അതിനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോട്ടെ തൽക്കാലം. എന്തായാലും എന്നെ കേൾക്കാൻ സന്മനസ് കാണിക്കുന്ന, സഹനശക്തി പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ആ ഒരു സദ്ബുദ്ധിക്ക് കേടുവരാതിരിക്കട്ടെ. നിങ്ങൾ ഇനിയും എന്നെ കേൾക്കട്ടെ. അതേപോലെ തന്നെ വാട്സപ്പിൽ ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാ സന്ദേശങ്ങൾക്കും മറുപടി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഒന്നൊന്നായിട്ട് ഞാൻ കൊടുത്തു വരികയാണ്. ഓരോരുത്തർക്കായിട്ടും കൊടുക്കുന്നുണ്ട്. ഓരോന്നിനോടും പ്രതികരിക്കാം. ഇന്ന് തന്നെ എനിക്ക് എല്ലാം കൂടെ തീർക്കാൻ പറ്റില്ല. കാരണം കുറച്ച് വീട്ടിൽ കുറെ കൂടി ജോലികളുണ്ട്, അടുക്കള ജോലികളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകണം എനിക്ക്. ഞാനൊന്ന് തൽക്കാലം ഇങ്ങനെ ഒരു വിഷയം, ഞാൻ ഒരു രക്ഷപ്പെട്ടു എന്ന് തോന്നുന്ന ഒരവസ്ഥ ഈ ഒരു രാത്രി കൂടി മറികടന്ന് നാളെയിലേക്ക് ഞാൻ എത്തുമ്പോഴത്തേക്കും എനിക്ക് ഈ പിറന്നാൾ എന്ന് പറയുന്ന, ജന്മദിനം എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത തീർച്ചയായിട്ടും മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ജന്മദിനത്തോട് ഈ തരത്തിൽ ജന്മദിനം ഇങ്ങനെ ബാധിക്കുന്ന, ഈ മാനസികാവസ്ഥയിൽ ബാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇതൊരു രോഗമാണോ, ഒരു കെട്ട മാനസികാവസ്ഥ മാത്രമാണോ എന്നെനിക്കറിയില്ല. എന്തായാലും സന്തോഷം, എന്നെ നിങ്ങൾ കേട്ടു, സഹിച്ചു. ഇന്നലത്തെ ഒരു വീഡിയോയുടെ പേരിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. സ്നേഹം, നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരു പൊതു വിഷയവുമായി പോകാൻ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. വളരെ സ്നേഹം, സന്തോഷം. ടാറ്റ, ശുഭരാത്രി.
Everybody want it. Blonde hair is not everybody